എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. മലപ്പുറം എടവണ്ണപ്പാറ പഞ്ചീരിയിലെ HP പെട്രോൾ പമ്പിൽ വ്യാജ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ മുങ്ങിയ സംഭവം പ്രദേശത്ത് ആശങ്ക പരത്തുന്നു. പറയങ്ങാട്ട് ഫ്യൂവൽസ് എന്ന പമ്പിലാണ് തട്ടിപ്പ് നടന്നത്. KL 9AE 3443 എന്ന നമ്പറുള്ള കാറിലെത്തിയ അജ്ഞാതൻ 1500 രൂപയ്ക്ക് ഇന്ധനം നിറച്ചതിനു ശേഷം പണത്തിനു പകരം കാർഡു നൽകി. ജീവനക്കാരൻ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ തിരിഞ്ഞ നിമിഷം പ്രതി കാറുമായി കടന്നുകളഞ്ഞു. പിന്നാലെ പമ്പ് അധികൃതർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വാഹന നമ്പർ കണ്ടെത്തി RC ഉടമയെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. ആ നമ്പർ യഥാർത്ഥത്തിൽ പാലക്കാട് ചിറ്റൂരിൽ ടാക്സിയായി ഓടുന്ന മറ്റൊരു കാറിന്റേതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് വന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചൊക്കെ വന്നത്, ഒരു 5-5:30 കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ എണ്ണ അടിച്ചു, അതിൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് കാർഡ് തന്നു, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി കാർഡ് തന്നു. കാർഡ് ഇവിടെ വെച്ച് വണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ കാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഇവർ ഈ കാർഡ് ഇവിടെ വെച്ച് മറന്നു എന്നുള്ള ആൾക്ക് അന്വേഷിച്ചപ്പോഴാണ് ഇവരിവിടെ പൈസ കൊടുക്കാതെ കടന്നു കളഞ്ഞതാണ്. കാർഡ് ഇവിടെ വെച്ച് പോയതാണ്. അങ്ങനെ വണ്ടീൻ്റെ നമ്പർ എടുത്തു, CCTV ഉപയോഗിച്ച് വണ്ടിയുടെ നമ്പർ എടുത്ത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഓണർ കിടക്കുന്നത് വണ്ടി ഫേക്കാണ്, നമ്പർ ഫേക്കാണ്. അപ്പോൾ ഓണർ കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ ആ നമ്പറുമായിട്ട് ഈ വന്ന കാറിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സമാനമായ കേസുകൾ ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ വായക്കാട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗൗരവമുള്ളൊരു വിഷയമാണ് തീർച്ചയായിട്ടും. കാരണം വാഹനം അങ്ങനെ അതായത് യഥാർത്ഥ ഉടമ ഒന്നും അറിയുന്നില്ല. മറ്റൊരാളെ നമ്പറിൽ വണ്ടി എടുത്തിട്ട് ഇത്തരം ഫ്രോഡ് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് വലിയ പ്രശ്നം തന്നെയാണത്. ഒരേ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് 2 കാറുകൾ സർവീസ് നടത്തുന്ന വ്യാജ നമ്പർ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണ് ഈ സംഭവമെന്ന് സംശയിക്കുന്നു. 1500 രൂപ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയൊരാളും ഇതുപോലൊരു തട്ടിപ്പിന് ഇരയാകരുതെന്ന ഉദ്ദേശത്തോടെ പോലീസിൽ പരാതി നൽകിയതായി പമ്പ് അധികൃതർ അറിയിച്ചു. വ്യാപാരികൾ ഇന്ധനം നൽകുന്നതിന് മുൻപ് പേയ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. Thank you.